നാണ്യവിളകളാൽ സമ്പന്നമാണ് കേരളം. എന്നാൽ മറ്റു വിളകളും ഒട്ടും പിന്നിലല്ല. കവിഭാവനകളെ തൊട്ടുണർത്തുന്ന പ്രകൃതി ദൃശ്യങ്ങൾ കേരളത്തിന് മാത്രം അവകാശപ്പെട്ടതാണ്. സംസ്കാരങ്ങളുടെ മാതാവായ കൃഷി കേരളത്തിൽ അതിൻ്റെ തികഞ്ഞ വൈവിധ്യത്തിൽ അവതരിച്ചിരിക്കുന്ന ഈ നാടിനെ ഓർത്ത് അഭിമാനം കൊള്ളാത്ത ഒരു മലയാളിയുമില്ല തന്നെ. മത്സ്യം വളർത്തലും മൃഗപരിപാലനവും കൃഷിയോട് യോജിപ്പിച്ച് സാങ്കേതിക വിദ്യകളുടെ താരാട്ടുപാട്ടുകളുടെ പശ്ചാത്തലത്തിൽ ഈ കാഴ്ചകളുടെ സുസ്ഥിരത ഉറപ്പാക്കുന്നത് കെട്ടുറപ്പുള്ള ഒരു കാർഷിക വിജ്ഞാന വ്യാപന സംവിധാനമാണ്. ഈ സംവിധാനത്തെ ശക്തിപ്പെടുത്തുന്നതാകട്ടെ തിരുവനന്തപുരം ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന സ്റ്റേറ്റ് അഗ്രികൾച്ചർ മാനേജ്മെന്റ് ആൻഡ് എക്സ്റ്റൻഷൻ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് അഥവാ സമേതി എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന സ്ഥാപനം. അഗ്രികൾച്ചറൽ ടെക്നോളജി മാനേജ്മെന്റ് ഏജൻസി അഥവാ ആത്മ എന്ന പേരിൽ ആരംഭിച്ച കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ് സമേതികൾ എല്ലാ സംസ്ഥാനങ്ങളിലും ആരംഭിച്ചത്. അതിൽ ഏറ്റവും ആദ്യം ആരംഭിച്ചതും അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ പാലിക്കുന്നതുമായി സ്ഥാപിക്കപ്പെട്ടത് കേരളത്തിലെ സമേതിയാണെന്നത് നമ്മുടെ അഭിമാനം ഒന്നുകൂടി വർദ്ധിപ്പിക്കുന്നത് തന്നെയാണ്. ആത്മ പദ്ധതിയുടെ ഭാഗമായി 2008 ജനുവരിയിൽ ആരംഭിക്കപ്പെട്ട ഈ പരിശീലന സ്ഥാപനം ഇപ്പോൾ ഒരു പടി കൂടി കടന്ന് ISO സാക്ഷ്യപത്രം കൂടി കരസ്ഥമാക്കിയിരിക്കുകയാണ്. അടിസ്ഥാന സൗകര്യ വികസനത്തിലും ഗുണനിലവാരം ഉയർത്തുന്നതിലും കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിലും കൈക്കൊണ്ട നടപടികളാണ് സമേതിയെ ഈ സാക്ഷ്യപത്രം കരസ്ഥമാക്കാൻ സജ്ജമാക്കിയത്. നഗരമധ്യത്തിലാണെങ്കിലും ഹരിത ശീതളിമയിൽ കുളിച്ചു നിൽക്കുന്ന ഈ സ്ഥാപനത്തിൽ കൃത്യമായ പരിസര ശുചീകരണത്തോടെയാണ് ഓരോ ദിവസവും ആരംഭിക്കുന്നത്. മനോഹരമായ പൂന്തോട്ടം നിരന്തരമായി സൂക്ഷ്മതയോടെ പരിപാലിച്ചു നിർത്താൻ സദാ സന്നദ്ധമായ സംവിധാനവും ഒരുക്കിയിട്ടുണ്ട് ഇവിടെ. കേരളീയ വാസ്തുകലയുടെ പ്രതിരൂപം എന്നോണമാണ് ഇവിടുത്തെ കെട്ടിട സമുച്ചയം ഒരുക്കിയിരിക്കുന്നത്. ഏതാണ്ട് 1 ഏക്കറോളം സ്ഥലത്ത് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന ഈ സ്ഥാപനത്തിന്റെ ഒരു വശത്ത് കർഷക ഭവനം എന്ന പേരിൽ താമസ സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ഇതും ഇപ്പോൾ വ്യാവസായിക മാനദണ്ഡങ്ങൾ പാലിക്കപ്പെടും വിധമാണ് ക്രമീകരിച്ചിരിക്കുന്നത്. കർഷക ഭവനത്തിൽ മുൻപുണ്ടായിരുന്ന 7 എയർ കണ്ടീഷൻ ചെയ്ത മുറികൾക്ക് പുറമെ ഇപ്പോൾ 18 കൂടി അത്തരത്തിലാക്കി 25 മുറികളുടെയും സൗകര്യങ്ങളുടെ നിലവാരം വളരെയധികം ഉയർത്തിയിട്ടുണ്ട് സമേതിയിൽ. നിലവിൽ 1-ലേറെ പരിശീലന പരിപാടികൾക്ക് താമസ സൗകര്യം നൽകാൻ ബുദ്ധിമുട്ടായതിനാൽ ഇപ്പോൾ ഒരു പുതിയ കെട്ടിടം കൂടി നിലവിലുള്ള സമുച്ചയത്തിനടുത്ത് നിർമ്മിച്ചിട്ടുണ്ട്. 2 പേർക്ക് താമസിക്കാവുന്ന എയർ കണ്ടീഷനിംഗ് ഉൾപ്പെടെ എല്ലാ ആധുനിക സൗകര്യങ്ങളുമുള്ള 16 മുറികളും 2 സ്വീറ്റ് മുറികളും ഉൾപ്പെടെ വിപുലമായ ഒരു സംവിധാനമാണ് ഇതിലൂടെ ഒരുങ്ങുന്നത്. തൽഫലമായി പരിശീലനാർത്ഥികൾക്ക് താമസ സൗകര്യം ആവശ്യമുള്ള 3ഓളം പരിശീലന പരിപാടികൾ ഒരേ സമയം നടത്താനാകും വിധം സമേതിയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിച്ചിട്ടുണ്ട്. താമസ സ്ഥലത്തു നിന്നും വളരെ മനോഹരമായ ഇടനാഴിയിലൂടെ പരിശീലനാർത്ഥികൾക്ക് അവരുടെ ക്ലാസ് മുറികളിലേക്ക് കടന്നുവരാം. തുടക്കം തന്നെ വളരെ ക്രിയാത്മകമായ അന്തരീക്ഷമുള്ളത് നൈപുണ്യസിദ്ധിക്ക് ഏറെ സഹായകരമാണ്. പഴമയുടെ ആഢ്യത്വം വിളിച്ചോതുന്ന സ്വീകരണ മുറിയിൽ ഓരോ സമയത്തെയും പരിശീലന പരിപാടികളുടെ വിളക്ക് തെളിക്കലും അനുബന്ധ കരഘോഷങ്ങളും മുഴങ്ങും. മനസ്സ് പ്രത്യാശാ നിർഭരമാകും. പിന്നെ പുതിയ ബന്ധങ്ങൾ ഉടലെടുക്കുകയും പുതിയ സിദ്ധികൾ കൈവരാൻ ആരംഭിക്കുകയും ചെയ്യും. ക്ലാസ് മുറികളുടെ ചുമരുകൾക്കുള്ളിൽ തളയ്ക്കപ്പെട്ടിരുന്ന പഴയ രീതികൾക്ക്
എന്നേക്കുമായി പൂർണ്ണ വിരാമമിട്ടു കഴിഞ്ഞു സമേതി. കാര്യശേഷി വർധനവിനും നിപുണത കൈവരിക്കുന്നതിനും പുതിയ മാർഗങ്ങളാണിപ്പോൾ. പരിശീലനാർത്ഥികളുടെ ബഹുമുഖ വളർച്ചയ്ക്ക് മുൻതൂക്കം നൽകിയുള്ള പരിശീലന പരിപാടികളാണ് നടപ്പിലാക്കുന്നത്. കൂട്ടായ പ്രവർത്തനങ്ങൾക്കാണ് പ്രാമുഖ്യം. പരിശീലനങ്ങളുടെ ശാസ്ത്രീയതയും സാമൂഹിക തത്വങ്ങളുടെ അനുവർത്തനവും മുൻനിർത്തിയാണ് ഓരോ പരിപാടികളും ആസൂത്രണം നടത്തിയിരിക്കുന്നത്. ഓരോ വർഷവും നടപ്പിലാക്കുന്ന പരിശീലന പരിപാടികളുടെ കലണ്ടർ സമേതിയുടെ വെബ്സൈറ്റിൽ കൃത്യമായി പ്രസിദ്ധീകരിക്കും. ഓരോ മേഖലയിലെയും വിദഗ്ധരുമായി കൂടിയാലോചിച്ചും മുൻ പരിപാടികളിൽ നിന്നും ലഭിക്കുന്ന പ്രതികരണങ്ങളിൽ നിന്നും ഫീൽഡ് തല ഉദ്യോഗസ്ഥരിൽ നിന്നുമൊക്കെയുള്ള വിവരങ്ങൾ ഉൾപ്പെടുത്തിയാണ് പരിശീലന പരിപാടി ആസൂത്രണം ചെയ്യുന്നത്. കൃത്യമായ ആസൂത്രണത്തിന്റെ ഫലം നിർവഹണത്തിൽ കാണാനുമാകും. പരിശീലനത്തിനെത്തിയ ഒരു സംഘം വിവിധ ടീമുകളായി തിരിഞ്ഞ് അവരുടെ പ്രശ്ന പരിഹാരത്തിനുള്ള വഴികൾ അന്വേഷിക്കുകയാണ്. വളരെ കഠിനമായ നിയന്ത്രണങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് അതിമനോഹരമായ ഒരു ചിത്രം നിശ്ചിത സമയത്തിനുള്ളിൽ തയ്യാറാക്കണം. അതിനുള്ള മാർഗങ്ങൾ കണ്ടെത്താനുള്ള തത്രപ്പാടിലാണ് അവർ. ഇതുപോലുള്ള സർഗശേഷി വർദ്ധിപ്പിക്കാനും സംഘപ്രവർത്തനം ശക്തിപ്പെടുത്താനുമുള്ള പ്രവർത്തനങ്ങൾ ഓരോ പരിശീലനത്തിൻ്റെയും കാതലായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് പരിശീലനം ഒരു ആസ്വാദനത്തിൻ്റെ തലത്തിലേക്ക് ഉയർത്തിയിട്ടുണ്ട് സമേതിയിൽ. വിഭവ സമാഹരണവും ആസൂത്രണവും കാർഷിക വിജ്ഞാന വ്യാപന പരിശീലനത്തിൻ്റെ ആണിക്കല്ലുകളാണ്. ഏൽപ്പിക്കപ്പെട്ട ദൗത്യത്തിന് ആവശ്യമായ വിഭവങ്ങൾ കണ്ടെത്തിയ സന്തോഷത്തിലാണ് ഒരു കൂട്ടർ. എന്നാൽ ഭാവനാസമ്പൂർണമായി അവയെ സമാഹരിച്ച സംതൃപ്തിയിലാണ് മറ്റൊരു സംഘം. കൃത്യമായ പിന്തുണകൾ സർഗാത്മകതയ്ക്ക് വർണ്ണാഭമായ ചിറകുകൾ വിരിച്ചു പറന്നുയരാൻ അവസരമൊരുക്കുമെന്നതിൽ സംശയമൊന്നുമില്ല. ചിത്രം രൂപം കൊള്ളുകയാണ്. സമേതിയുടെ ക്യാമ്പസ് ക്യാൻവാസുകൾക്ക് പ്രചോദനമേകുന്നത് തന്നെയാണ്. നെഞ്ചുവിരിച്ച് നിലകൊള്ളുന്ന കരിമ്പനയും മരതകപ്പട്ട് പുതപ്പിച്ചതുപോലെയുള്ള പുൽത്തകിടിയും കേരളീയ ശൈലിയിലുള്ള നിർമ്മിതികളുമൊക്കെ മനസ്സിനെ സ്വാധീനിക്കാനാകും വിധം ആകർഷണീയമാണ് എന്നതിൽ സംശയമൊന്നുമില്ല. സമ്മർദ്ദങ്ങളിൽ നിന്നെല്ലാം ഒഴിഞ്ഞ് പരിശീലനത്തിന്റെ അന്തസത്ത ഉൾക്കൊള്ളാൻ ഇതിലും നല്ല ഒരു അന്തരീക്ഷം ലഭിക്കുക തെല്ല് ദുഷ്കരം തന്നെയാണ്. അതെല്ലാം പരിശീലനാർത്ഥികളുടെ പ്രകടനത്തിൽ പ്രതിഫലിക്കുന്നുമുണ്ട്. അപ്പോൾ നമ്മുടെ പ്രോഗ്രാമിന്റെ നമ്മുടെ ഇന്നത്തെ പരിപാടിയിൽ നമുക്ക് രാവിലെ ഒരു എക്സസൈസ് തന്നായിരുന്നു. ആ എക്സസൈസ് നിങ്ങൾക്ക് 3 ടീമിനെ. അവതരണം ഒരു കലയാണ്. കാർഷിക വിജ്ഞാന വ്യാപനത്തിൽ അവശ്യം സ്വാംശീകരിച്ചിരിക്കേണ്ട ഒരു നൈപുണ്യം കൂടിയാണ് അവതരണ മികവ്. തങ്ങളുടെ സൃഷ്ടികൾ അവതരിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പരിശീലനാർത്ഥികൾ. ശാന്തമായ സുപ്രഭാതമാണ് ഇത്. ഞങ്ങൾ മണ്ണ് കുഴച്ചാണ് ചെയ്തത്. കരി വെച്ചിട്ടാണ് ചെയ്തത്. ഓരോ പരിശീലനവും ചിട്ടയായി ക്രമീകരിച്ചിരിക്കും. കൃഷി വകുപ്പിൽ നിന്നും, മൃഗസംരക്ഷണ വകുപ്പിൽ നിന്നും, ഫിഷറീസ് വകുപ്പിൽ നിന്നും, ക്ഷീരവികസന വകുപ്പിൽ നിന്നുമുള്ള ഡെപ്യൂട്ടി ഡയറക്ടർമാരാണ് ഓരോ പരിശീലന പരിപാടിയുടെയും സംഘാടകർ. ഫിഷസ് ഉണ്ടാവും. അതുപോലെ തന്നെ അവരുടെ ഒരു പ്രധാനപ്പെട്ട വശമാണ് അമോണിയ സ്പൈക്കുകൾ ഉണ്ടാവുക എന്നുള്ളത്. പിന്നെ ഗുൽമോഹറിന്റെ മെറ്റൽസ് ആണ് ടെയിൽസ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഓരോ പരിശീലന സെഷനുകൾ കഴിയുമ്പോഴും
പരിശീലനാർത്ഥികളുമായി സംവദിക്കാനായി അവർ കടന്നെത്തും. സംഘാംഗങ്ങൾ അവരുടെ സൃഷ്ടികളുടെ ആശയം വിശദീകരിച്ച് കയ്യടി വാങ്ങാനുള്ള ഉദ്യമത്തിലാണ്. കൂടെയുള്ളവർ ആര് വിജയിക്കും എന്ന ആകാംക്ഷയിലും. ഈ പരിശീലനം നടക്കുന്നത് സമേതിയുടെ പ്രധാന ക്ലാസ് മുറി അഥവാ സെമിനാർ ഹാളിലാണ്. പൂർണ്ണമായും ശീതീകരിക്കപ്പെട്ട ഇവിടെ അത്യാധുനിക ആശയവിനിമയ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. മറ്റൊരു ക്ലാസ് മുറിയും സുസജ്ജമായ ഒരു കമ്പ്യൂട്ടർ ലാബും ഇതിനോടനുബന്ധമായി പ്രവർത്തിക്കുന്നു. 20 പേർക്ക് ഒരേ സമയം പരിശീലനം നൽകാനാകും വിധമാണ് കമ്പ്യൂട്ടർ ലാബ് സജ്ജീകരിച്ചിരിക്കുന്നത്. സെമിനാർ ഹാളിൽ അവതാരകർ അരങ്ങ് തകർക്കുകയാണ്. സംഘാടകയുടെ സംഗ്രഹത്തോടെ ഇനി ഭക്ഷണശാലയിലേക്ക്. വിഭവസമൃദ്ധമാണ് പരിശീലനങ്ങൾക്കിടയിൽ ലഭിക്കുന്ന ഭക്ഷണം. ആവശ്യത്തിന് വിളമ്പിയെടുക്കാനാകും വിധമാണ് ക്രമീകരണം. കഴിച്ചു കഴിഞ്ഞാൽ പൂർണ്ണതയ്ക്കെന്നോണം കുറച്ച് മധുരവും നുണയാം. പ്രത്യേക വാസ്തുവിദ്യാപ്രകാരം നിർമ്മിച്ചിരിക്കുന്ന നടുത്തളത്തിൻ്റെ കരയിൽ നിന്നും ലേശം കുശലം പറച്ചിലും സൗഹൃദം പുതുക്കലുമൊക്കെ ആകാം. മറ്റു പരിശീലന സ്ഥാപനങ്ങളിൽ നിന്നും സമേതിയെ വ്യത്യസ്തമാക്കുന്ന ഒരു പ്രധാന ഘടകമുണ്ട്. പഴമയുടെ പ്രൗഢി ഒട്ടും ചോരാതെ ഒരുക്കിയിരിക്കുന്ന ഒരു കാർഷിക മ്യൂസിയമാണത്. കടന്നു ചെല്ലുന്ന നമ്മളെ വരവേൽക്കുന്നത് ഒരു വലിയ ശില്പമാണ്. കുതിക്കുന്ന കാളകളുടെ കഴുത്തിൽ നുകവും കലപ്പയും വെച്ച് അവയ്ക്ക് പിന്നിൽ ആവേശത്തോടെ അലറി വിളിച്ച് കടന്നുപോകുന്ന ഒരു കർഷകൻ. ഭാവങ്ങൾ കാഴ്ചക്കാർക്ക് രോമാഞ്ചമുളവാക്കും. അകത്ത് പഴയ കാർഷിക ഉപകരണങ്ങളും മറ്റും നന്നായി ക്രമീകരിച്ചിട്ടുണ്ട്. പലതും നമുക്ക് പരിചിതമല്ലാത്തവ. ചിലതൊക്കെ വളരെ അപൂർവമായവയും വിലമതിക്കാനാവാത്തവയുമാണ്. ഇവയൊക്കെ നേരിൽ കണ്ടനുഭവിക്കാൻ കേരളത്തിൽ മറ്റൊരിടമുണ്ടോ എന്ന് സംശയമാണ്. സമേതിയുടെ ഓഫീസ് സംവിധാനവും കാലാനുസൃതമായി പരിഷ്കരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഫയലുകളെല്ലാം ഈ ഫയലിംഗ് സംവിധാനത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. കൂടാതെ ഓഫീസ് അന്തരീക്ഷവും 10 മടങ്ങ് മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. ഓഫീസും ഫാക്കൽറ്റി മുറികളും മുതൽ ക്ലാസ് മുറികളും താമസ സ്ഥലവും വരെ ഇപ്പോൾ വൈഫൈ സൗകര്യങ്ങൾ ഒരുക്കിയതും കാലാനുസൃതമായ പരിഷ്കാരങ്ങളിൽ ഒന്നാണ്. ഭരണ ആസൂത്രണം മുതൽ നിർവഹണം വരെ ഒരു സീനിയർ സൂപ്രണ്ടിന്റെ മേൽനോട്ടത്തിലുള്ള സംഘം കൃത്യമായി നിർവഹിച്ചു വരുന്നു. പ്രത്യേകിച്ചും താൽക്കാലിക ജീവനക്കാരുടെ സേവന വേതന വ്യവസ്ഥകൾ കാലാനുസൃതമായി പരിഷ്കരിച്ചിട്ടുണ്ട്. അവരെയൊക്കെ ചട്ടപ്രകാരമുള്ള ESI, EPF മുതലായവയിൽ അംഗങ്ങളാക്കിയിട്ടുമുണ്ട്. ഇപ്പോൾ പരിശീലനാർത്ഥികൾക്ക് ഇവിടെ തന്നെ താമസിച്ചുകൊണ്ടുള്ള പരിശീലനം നൽകുന്ന ഒരു സ്ഥാപനമായതിനാൽ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി CCTV ക്യാമറകളും എല്ലായിടത്തും സ്ഥാപിച്ചിട്ടുണ്ട്. സമേതി ഡയറക്ടറുടെ മുറിയോടനുബന്ധിച്ച് ഒരു ആധുനിക ഇലക്ട്രോണിക് കോൺഫറൻസ് സംവിധാനം ഒരുക്കിയിട്ടുള്ളത് ശ്രദ്ധേയമായ ഒരു പ്രവർത്തനം തന്നെയാണ്. ഫീൽഡ് തലത്തിലുള്ള ഉദ്യോഗസ്ഥരോട് എളുപ്പത്തിൽ സംവദിക്കാൻ ഈ സങ്കേതം വളരെ സഹായകരമാണ് എന്നതിൽ സംശയമില്ല. ഈ സ്ഥാപനത്തിന്റെ വളർച്ചയിൽ എടുത്തു പറയേണ്ട പങ്ക് വഹിച്ച് കടന്നുപോയ സ്ഥാപന മേധാവികളുടെ പേരുകൾ വളരെ മനോഹരമായി ആലേഖനം ചെയ്ത് ഇവിടെ സൂക്ഷിക്കുന്നുമുണ്ട്. പരിശീലന പരിപാടികളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല സമേതിയുടെ പ്രവർത്തനങ്ങൾ. ജൈവ കൃഷിയുടെ ദേശീയ പദ്ധതിയിൽ പങ്കാളിത്ത സാക്ഷ്യപത്രം നൽകുന്ന കേരളത്തിലെ പരമോന്നത ഏജൻസി അഥവാ റീജിയണൽ കൗൺസിലാണ് ഇപ്പോൾ സമേതി. ഇതിനായുള്ള ഓഫീസും ജീവനക്കാരും ഇവിടെ പ്രവർത്തിച്ചു വരുന്നു. അങ്ങനെ ബഹുമുഖ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു സ്ഥാപനമായി ഇപ്പോൾ സമേതി മാറിയിട്ടുണ്ട്.
സമേതിയുടെ ഏറ്റവും വലിയ ഒരു അച്ചീവ്മെൻറ്റ് എന്ന് പറയുന്നത് 2025 ജൂലൈയിൽ സമേതിക്ക് ISO സർട്ടിഫിക്കേഷൻ ലഭിച്ചു. അതിൻ്റെ പ്രധാന കാരണം ട്രെയിനിങ്ങിൻ്റെ ക്വാളിറ്റിയിലും അതുപോലെ അഡ്മിനിസ്ട്രേഷൻ്റെ ക്വാളിറ്റിയിലും അതുപോലെ മൊത്തത്തിലുള്ള സമേതിയുടെ പെർഫോമൻസിലും ഉള്ള ഒരു അംഗീകാരമായിട്ടാണ് ഈ ISO സർട്ടിഫിക്കേഷൻ സമേതിക്ക് ലഭിച്ചത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി നമ്മുടെ ട്രെയിനിങ്ങിലുള്ള ക്വാളിറ്റി ഒരുപാട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. ആനുകാലിക വിവരങ്ങൾ കൈക്കൊള്ളും. സമർത്ഥമായ വിജ്ഞാന വ്യാപനം സാധ്യമാകണമെങ്കിൽ സമഗ്രമായ വ്യക്തിത്വ വികസനവും ആവശ്യമാണ്. അതിനായി ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള പരിശീലനങ്ങളും സമേതിയുടെ മുഖമുദ്രയാണ്. രസകരമായ ചില ദൗത്യങ്ങൾ പരിശീലനാർത്ഥികളെ ഏൽപ്പിക്കും. അവർ അത് ബുദ്ധികുശലതയോടെ ആവിഷ്കരിച്ച് നടപ്പിലാക്കണം. അതുപോലൊരു ദൗത്യത്തിലാണ് ഈ പരിശീലനാർത്ഥികൾ. നമ്മുടെ വീട്ടുജോലികൾ എളുപ്പമാക്കാനും വിശ്രമവേളകൾ ആനന്ദമാക്കാനും ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തുന്നു ലക്കി റോബോട്ട്. സഭാകമ്പം കുറയ്ക്കാനും അംഗങ്ങളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കാനുമൊക്കെ ഉദ്ദേശിച്ചുള്ള ഈ സെഷനുകൾ വളരെ ഫലപ്രദമാണ്. ഓരോ ഘട്ടങ്ങൾ അവസാനിക്കുമ്പോഴും ലഭിക്കുന്ന പ്രതികരണങ്ങൾ വഴി എന്തൊക്കെ നൈപുണ്യങ്ങൾ അവർക്ക് ലഭിച്ചു എന്നൊക്കെ കോഓർഡിനേറ്റർമാർ മനസ്സിലാക്കിയെടുക്കുകയും ചെയ്യും. നമ്മൾ പ്രത്യേകതയുള്ളതും അത് എടുത്തു പറയുന്ന ഏതെങ്കിലും ഒരു വേർഡോ കോൺസെപ്റ്റോ ഉണ്ടെങ്കിൽ നമുക്ക് അത് മനസ്സിൽ പതിയും. നിങ്ങളുടെ ഉള്ളിലെ ഒരു സ്കില്ലും കൊണ്ടുവരാനുള്ള അവസരമാണ്. പലപ്പോഴും നമുക്കിപ്പം ഒരു ടാസ്ക് പെട്ടെന്ന് തരുമ്പോൾ ഒരു ഐഡിയ ജനറേറ്റ് ചെയ്യണം. ആ ഐഡിയനെ എങ്ങനെ അത് സുറ്റബിൾ ആക്കുക, ഒരു തീമായിട്ട് കൊണ്ടുവരിക, അത് നന്നായിട്ട് പ്രസന്റ് ചെയ്യുക. അപ്പം ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. നല്ലൊരു ലൈബ്രറി ഉണ്ട് സമേതിയിൽ. വിവിധ വിഷയങ്ങളെ സംബന്ധിച്ച ഒട്ടേറെ പുസ്തകങ്ങൾ ഇവിടെ സൂക്ഷിക്കുന്നുണ്ട്. കൂടാതെ പ്രസിദ്ധമായ പല ജേണലുകളും ഈ ലൈബ്രറിയിൽ കാണാം. ഇവയ്ക്കെല്ലാം പുറമെയാണ് ഇലക്ട്രോണിക് പ്രസിദ്ധീകരണങ്ങൾ. പരിശീലനാർത്ഥികൾക്ക് ഇവിടുള്ള പുസ്തകങ്ങൾ അവരുടെ പല വിവരശേഖരണങ്ങൾക്കും ആവശ്യമായി വരും. ലൈബ്രറിക്കകത്ത് തന്നെ വായിച്ചിരിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. എന്നാൽ സമേതിയുടെ പൂന്തോട്ടത്തിലിരുന്നും പുസ്തകങ്ങൾ വായിക്കാം. നല്ലൊരു അനുഭവമാണത്. എല്ലാ പരിശീലനങ്ങളും ഇവിടെ താമസിച്ചുകൊണ്ട് തന്നെ പൂർത്തിയാക്കേണ്ടവയാണ്. അതിനാൽ ഇത്തരം വായനകൾ എല്ലാവരും ആസ്വദിക്കുക തന്നെ ചെയ്യും. ചിലപ്പോൾ നീണ്ട പരിശീലനങ്ങൾ വിരസത ഉളവാക്കിയേക്കാം. പക്ഷേ സ്വീകരണ സ്ഥലത്തോടനുബന്ധിച്ച് ഇരുവശങ്ങളിലുമായി കുറച്ച് അലങ്കാര മത്സ്യങ്ങളെ വളർത്തുന്നുണ്ട് ഇവിടെ. അവയെ നോക്കിയിരിക്കുന്നതും കുറേശ്ശെ തീറ്റയിടുന്നതുമൊക്കെ വിരസത അകറ്റുകയും മാനസിക ഉല്ലാസം നൽകുകയും ചെയ്യും. അങ്ങനെ ശാസ്ത്രീയ സമീപനങ്ങൾ കൂടി ഇതിന്റെ ഭാഗമായുണ്ട്. സർക്കാർ ഓഫീസാണെന്ന് തോന്നുന്നില്ല. ശരിക്കും ഒരു ഗസ്റ്റ് ഹൗസിന്റെ ഒരു ആംബിയൻസ് ഒക്കെയാണ് നമ്മുടെ ഓഫീസിൽ. ഒരു സർക്കാർ പല സാഹചര്യങ്ങളിൽ നിന്നും വരുന്നവരായിരിക്കും പരിശീലനാർത്ഥികൾ. മാത്രമല്ല ഔദ്യോഗിക സമ്മർദ്ദങ്ങൾ അവരെ ഗൗരവത്തിലാഴ്ത്തിയിട്ടുമുണ്ടാകാം. അതെല്ലാം മാറ്റിവെച്ച് മനസ്സ് തുറന്ന് പരിശീലനത്തിൽ പങ്കെടുക്കാൻ അവരെ പ്രാപ്തരാക്കും വിധം പലതരം മഞ്ഞുരുക്കൽ പ്രക്രിയകളൊക്കെ ഇവിടെ ഓരോ പരിശീലനത്തിൻ്റെയും മുന്നോടിയായി നടത്തപ്പെടും. സർവാത്മന അതിലൊക്കെ പങ്കെടുക്കാൻ എല്ലാവരും ഉത്സാഹം കാണിക്കുകയും ചെയ്യും. ഇതൊക്കെയാണ് സമേതിയെ ഒരു നല്ല പരിശീലന കേന്ദ്രമായി പരിഗണിക്കുന്നതിനുള്ള പ്രധാന കാരണങ്ങൾ.
ഈ അടിസ്ഥാന സൗകര്യങ്ങൾ കൃഷി വകുപ്പിനും അനുബന്ധ വകുപ്പുകൾക്കും മാത്രമല്ല, മറ്റു വകുപ്പുകൾക്കും ഇപ്പോൾ ലഭ്യമാണ്. പരിശീലന കലണ്ടർ പ്രകാരം ഒഴിവ് വരുന്ന ദിനങ്ങൾ മുൻകൂട്ടി ബുക്ക് ചെയ്യണമെന്ന് മാത്രം. സമേതിയിലെ സായാഹ്നങ്ങൾ വളരെ മനോഹരമാണ്. പുതിയ സുഹൃത്ത് ബന്ധങ്ങൾക്കൊപ്പം സെൽഫിയും ഫോട്ടോകളുമൊക്കെയായി നീണ്ടുപോകും പരിശീലന ദിനങ്ങൾ. മുൻപുണ്ടായിരുന്ന കാഴ്ചപ്പാടുകൾ മാറുകയാണ്. ISO സാക്ഷ്യപ്പെടുത്തൽ ജീവനക്കാരിലും മാറ്റങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ഒരു കൂട്ടായ്മയായി മുന്നേറാൻ തക്കവിധം സജ്ജമാണ് ഇപ്പോൾ ടീം സമേതി. എല്ലാ തലങ്ങളിലുമുള്ള ജീവനക്കാർ തങ്ങളുടെ കർത്തവ്യം യഥായോഗ്യം നിർവഹിക്കുന്നുണ്ട് ഇപ്പോൾ. ISO സർട്ടിഫിക്കേഷൻ്റെ ആ ഒരു സമയത്ത് നമ്മൾ നമ്മുടെ ജീവനക്കാരുടെ പെരുമാറ്റവും കൂടി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് മോട്ടിവേഷണൽ ട്രെയിനിങ് നമ്മുടെ സമേതിയിലെ സ്റ്റാഫുകൾക്ക് കൊടുത്തിരുന്നു. അതായത് ഗേറ്റിലുള്ള വാച്ച്മാൻ തൊട്ട് സമേതി ഡയറക്ടർ വരെ ഒരു ക്ലാസ് റൂമിൽ ഇരുന്നു കൊണ്ട് ഈ മോട്ടിവേഷണൽ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുകയും ഇത് എൻ്റെ സ്ഥാപനമാണ് എന്ന് ഓരോ സ്റ്റാഫിനും, ഇവിടെയുള്ള ക്ലീനിങ് സ്റ്റാഫ്, അതുപോലെയുള്ള മറ്റ് സെക്യൂരിറ്റി, എല്ലാ സ്റ്റാഫുകൾക്കും ഇത് എൻ്റെ സ്ഥാപനമാണ് എന്നുള്ള ഒരു ബോധ്യം അവർക്ക് വരുത്തിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഒരു ഉദ്യോഗസ്ഥൻ ഇവിടെ കയറി വരുമ്പോൾ അവർക്കൊരു ഗുഡ് മോർണിംഗ് പറഞ്ഞ് അവരെ സ്വീകരിച്ച് ഇന്ന ക്ലാസ്സിലാണ് ഇരിക്കേണ്ടത് എന്ന് പറഞ്ഞ് അവർക്കൊരു ഡയറക്ഷൻ കൊടുക്കത്തക്ക രീതിയിൽ നമ്മുടെ സ്റ്റാഫുകളുടെ ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്തു. അത് ഭയങ്കര നല്ല ചേഞ്ചാണ്. പരിശീലനങ്ങൾ അങ്ങനെ വെറുതെ നടത്തപ്പെടുകയല്ല ഇവിടെ. പരിശീലനാർത്ഥികൾക്ക് തങ്ങളുടെ നൈപുണ്യ വർധനവ് നേരിട്ട് അനുഭവിച്ചറിയാനാകും. സമേതിയുടെ നേതൃത്വം നേരിട്ടിടപെടും കാര്യക്ഷമതാ വർധനവിൽ. പരിശീലന ആസൂത്രണം മുതൽ സർട്ടിഫിക്കറ്റ് വിതരണം വരെ ഒരു പ്രൊഫഷണൽ സമീപനം കൈവന്നിട്ടുണ്ട് ഇപ്പോൾ. പരിശീലനാർത്ഥികൾക്ക് ലഭിച്ച നൈപുണ്യത്തെ സൂചിപ്പിക്കും വിധം സർട്ടിഫിക്കറ്റുകൾ അന്താരാഷ്ട്ര മാനദണ്ഡത്തിലാണ് തയ്യാർ ചെയ്തിരിക്കുന്നത്. ദീർഘകാലം അവയെ സൂക്ഷിച്ചു വയ്ക്കാനുമാകും. സമേതിയിലെ പരിശീലനങ്ങൾ അവയിൽ പങ്കെടുക്കുന്നവരുടെ ചിരകാല സ്മരണയ്ക്ക് പാത്രമാകും വിധം ഒരു ഒത്തുചേരൽ കൂടിയുണ്ട് അവസാനം. പുഞ്ചിരി സമൃദ്ധമായി പേർന്ന ഈ മുഖങ്ങൾ തന്നെയാണ് പരിശീലന സിദ്ധിയുടെയും കാര്യക്ഷമതാ വർധനവിൻ്റെയും യഥാർത്ഥ സാക്ഷ്യപത്രങ്ങൾ. അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ പ്രകാരം പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനത്തെ യഥാവിധി പ്രയോജനപ്പെടുത്താൻ നമ്മൾ തയ്യാറായാൽ മാത്രം മതി നമുക്കെല്ലാവർക്കും ഒരു ഫലസമൃദ്ധമായ ദിശാബോധം ലഭിക്കാൻ. സമേതി നമ്മുടേതാണ്. ഈ മനോഹരമായ ക്യാമ്പസും ചുറ്റുപാടുകളും സുസ്ഥിരമായി നിലനിർത്തേണ്ടത് നമ്മുടെ കടമയാണ്. മാലിന്യങ്ങൾ നമുക്ക് വലിച്ചെറിയാതിരിക്കാം. പ്രകൃതി സൗഹൃദ ഊർജ വിനിയോഗമാണ് സമേതിയുടെ പ്രഖ്യാപിത നയം. നിലവിലുണ്ടായിരുന്നതിനു പുറമെ 15 കിലോവാട്ട് കൂടെ ശേഷി ഉയർത്തി കൂടുതൽ സൗരോർജ പാനലുകളും വൈദ്യുതോൽപാദന സംവിധാനങ്ങളും ഏർപ്പെടുത്തി ബാഹ്യ വൈദ്യുതിയുടെ ആശ്രയത്വം ഒരു പടി കൂടി കുറച്ചിട്ടുണ്ട് ഇപ്പോൾ. സുസ്ഥിര ഊർജ സ്രോതസ്സുകൾ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനത്തിൽ സർവാത്മന ഊർജ അച്ചടക്കം പാലിക്കാം. ഇവിടുത്തെ എല്ലാ വസ്തുക്കളും നമ്മുടേതാണ്. അവയൊക്കെ നമ്മൾ സംരക്ഷിക്കേണ്ടതുമാണ്. നമുക്ക് അഭിമാനിക്കാം, ഇത് നമ്മൾ ഒറ്റക്കെട്ടായി നേടിയെടുത്ത നമ്മുടെ വകുപ്പിന്റെ അഭിമാന സ്തംഭമാണ്. ഒരു നല്ല സമയം ഇതോടൊപ്പം ആശംസിക്കട്ടെ.